ഇന്ന് ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അങ്ങനെ വേണമല്ലോ പറയാം, ആ ശരീരഭാഷ ഇങ്ങനെ ആ വിരലൊക്കെ ഒന്ന് വിറയ്ക്കുന്നത് ഒന്ന് കാണുമ്പോൾ എത്ര മുതിർന്നതായ IAS ഉദ്യോഗസ്ഥനായിരുന്നാലും ശരി തന്നെ മറ്റാരുടെയോ വാക്കുകൾ അത് എഴുതി കൊടുത്തത് അതെല്ലാം ഇങ്ങനെ ഈ മാധ്യമപ്രവർത്തകർക്ക് ഒരു ഭാഗ്യമുണ്ട്. നമ്മുടെ നാട്ടിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അദ്ദേഹം ഒരിക്കലും ഈ നാട്ടിലെ മാധ്യമപ്രവർത്തകരോട് ഒരു വാർത്താ ഡോക്ടർ സമ്പത്ത് അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് ഒരു കാര്യം കൂടി ഡോക്ടർ സമ്പത്ത്, അതായത് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഊന്നൽ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങളുടെ ബൂത്ത് ഏജന്റുമാർക്ക് ഞങ്ങൾ ഇത് അച്ചടിച്ച് തന്നിട്ടില്ലേ, നിങ്ങളത് പരിശോധിച്ചില്ലേ? ഇതേ ചോദ്യം നമ്മൾ എവിടെയോ കേട്ട മാതിരി എങ്കയോ പാത്ത മാതിരി ഇരിക്ക് എന്ന് ഓർമ്മ വരും. ഇതേ ചോദ്യം നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. സുരേന്ദ്രൻ ഇതേ ചോദ്യമാണ് ചോദിച്ചത്. അതെ 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 അദ്ദേഹത്തിന് ശ്രീ സുരേന്ദ്രന് എന്ത് ചോദ്യവും ചോദിക്കാം, ഒരു കുഴപ്പവുമില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച് മറ്റ് ചിലരുമല്ല ഈ പെട്രോളിന് അന്തർദേശീയ കമ്പോളത്തിലെല്ലാം ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോൾ ഇവിടെ ആനുപാതികമായി വില കൂടിയതിനെ സംബന്ധിച്ചല്ല, കൂടിയില്ലല്ലോ എന്നുള്ളത്, കൂടുമോ കൂടില്ലല്ലോ എന്നുള്ളത്, ഇങ്ങനെ പല കാര്യങ്ങളും ഓർമ്മയുണ്ടല്ലോ. നോട്ട് നിരോധനം വന്നപ്പോഴത്തേക്ക് ശ്രീ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ നമ്മുടെ ഇതുപോലെ ചർച്ചയില്ല. എനിക്ക് തോന്നുന്നു അജിംസാണ് അന്ന് ആങ്കറായിരുന്നതെന്ന് തോന്നുന്നു. അന്ന് അതിൽ മൈക്രോ ചിപ്പ് ഉണ്ട് എന്ന് എവിടെയെല്ലാം ഒളിച്ചു വെച്ചിരുന്നാലും അതെല്ലാം കണ്ടുപിടിക്കുമെന്നും അതുകൊണ്ട് അടിവസ്ത്രത്തിനുള്ളിൽ പോലും ഒളിച്ചു വയ്ക്കരുത്, ഭൂമിക്കടിയിൽ ഒളിച്ചു വയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞു അതെല്ലാം ഉണ്ടല്ലോ. ഇറ്റ്സ് ഓൺ ദ എയർ. തൃശ്ശൂരിലെ ഒരു ബൂത്തിൽ പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ 30-ാം നമ്പർ ബൂത്തിൽ മാത്രം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചേർത്തതിനെ സംബന്ധിച്ച് പരാതി LDFിൻ്റെ പ്രവർത്തകർ കൊടുത്തിരുന്നു. LDFിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളടക്കം ജില്ലാ കളക്ടറെ കണ്ട് പരാതി നേരിട്ട് ബോധിപ്പിച്ചു. അത് BLAമാർ കണ്ടെത്തി, BLOമാരെ അറിയിച്ചു, BLAമാർ മുകളിലേക്ക് അറിയിച്ചു. ഒന്നും ചെയ്തില്ല. ഇവിടെ ഈ ഒരു കാര്യത്തിൽ തീരുന്നില്ല. ഇവിടെ ഈ ഒരു വിഷയം മാത്രമല്ല, 2025 ആണ്ട് മെയ് മാസം 10-ാം തീയതി CPIഎമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബിയും പൊളിറ്റ് ബ്യൂറോ അംഗം സഖാവ് നിലോൽപൽ ബാസുവും വിശദമായ ഒരു നിവേദനം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അത് തെരഞ്ഞെടുപ്പ് സമൂല പരിഷ്കരണം മാത്രമല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടതും അതിൻ്റെ VVPAT മറ്റ് നിരവധി വിഷയങ്ങൾ, ദീർഘമായ ഒരു നിവേദനമാണ്. എനിക്കത് മുഴുവൻ പറയാനുള്ള സമയമില്ല. അതിന് ചുരുക്കി പറഞ്ഞാൽ അതിലൊരു 12 അധ്യായങ്ങൾ തന്നെയുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നൽകിയിട്ട് ഒരു തരത്തിലുള്ള ചർച്ചയും അങ്ങനെ ദേശീയ രാഷ്ട്രീയ പാർട്ടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ അംഗീകരിച്ചിട്ടുള്ള CPIഎമ്മിൻ്റെ നേതൃത്വമായി നാളിതുവരെ എൻ്റെ അറിവിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അജിംസ് തന്നെ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുള്ളവരെല്ലാം ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരാൾ തെരഞ്ഞെടുപ്പിൻ്റേതായിട്ടുള്ള 173 പ്രസംഗങ്ങളാണ് പലയിടത്തായി നടത്തിയത്. 173. ശ്രീ നരേന്ദ്രമോദിയുടെ 173 പ്രസംഗങ്ങളിലായി അദ്ദേഹം 110 തവണയും ഇന്ത്യയിലെ ഒരു പ്രത്യേക മതവിഭാഗത്തെ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിന് വേണ്ടി അവർ കടന്നുകയറ്റക്കാരാണ്, ആക്രമണകാരികളാണ്, മറ്റു നിരവധി കാര്യങ്ങൾ, ഞാൻ സമയമൊന്നും അപഹരിക്കുന്നില്ല, ഇത് നടത്തിയതായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓരോ തവണയും ഇതുമായി അദ്ദേഹത്തിൻ്റെ അതിൽ പരാതികൾ കൊടുത്തിട്ടുള്ളത് മാത്രം ഞാൻ ചിലതിൽ പറയാം. ആ പരാതി കൊടുത്തിട്ടുള്ള ഒന്ന്, മെയ് മാസം 14-ാം തീയതി ജാർഖണ്ഡിലെ കൊഡർമയിൽ അദ്ദേഹം നടത്തിയതായിട്ടുള്ള പ്രസംഗം. മെയ് മാസം 17-ാം തീയതി ഉത്തർപ്രദേശിലെ ബാരാബങ്കിയിൽ അദ്ദേഹം നടത്തിയതായ പ്രസംഗം.